ഡോക്ടർ ജയസൂര്യൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ പൊതു ഇടങ്ങളിൽ ഈ നിലയിൽ മനുഷ്യരുടെ ജീവനെടുക്കുന്ന ഭീകരാക്രമണങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ നമുക്കറിയാം, കശ്മീരിൽ ഒരു ദുരന്തം ഉണ്ടായി. അതിന് തക്ക മറുപടി ഇന്ത്യ നൽകുകയും ചെയ്തു. പക്ഷേ ഇതുപോലെ ഡൽഹിയിൽ സംഭവിച്ചതിന് സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ കുറേ നാളായി ഇല്ലാതിരുന്നൊരു സാഹചര്യമുണ്ട്. അവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് വലിയ ആക്രമണങ്ങൾക്ക് പദ്ധതി ഇട്ടിരുന്ന മൊഡ്യൂളാണ് ഇത്. പക്ഷേ നടന്ന തിരച്ചിലുകൾ, നടപടികൾ, അതിനൊടുവിൽ ഈ രീതിയിൽ അബദ്ധത്തിലോ അല്ലാതെയോ ഒരു സ്ഫോടനമുണ്ടായി. അതിന്റെ ആഘാതം കുറഞ്ഞിട്ടുണ്ട് എന്ന സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. ഒരു ഭയപ്പെടേണ്ടുന്ന സാഹചര്യമുണ്ടോ? ഭീകരർ വീണ്ടും രാജ്യം ലക്ഷ്യമിടുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട സാഹചര്യങ്ങൾക്കൊരു മാറ്റം വരുന്നു എന്നതിന്റെ സൂചനകളാണോ ഡൽഹി നൽകുന്നത്? ശ്രീ ജയസൂര്യൻ. ഭീകരന്മാർ എപ്പോഴും രാജ്യം ലക്ഷ്യമിട്ടുകൊണ്ട് നീങ്ങുക തന്നെ ചെയ്യും. കാരണം അവരുടെ ലക്ഷ്യം അവരുടേതായിട്ടുള്ള സ്വർഗരാജ്യത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവരെന്ത് വേണമെങ്കിലും ചെയ്യും. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 11 വർഷങ്ങൾക്കിടയിൽ 3 ആക്രമണങ്ങളാണ് ഇതുപോലെ ഉണ്ടായിട്ടുള്ളത്. അതിന് തൊട്ടു മുമ്പുള്ള 8 വർഷങ്ങളിൽ 12 ആക്രമണങ്ങളും 600-ലേറെ മരണങ്ങളും ഉണ്ടായിടത്താണ് കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ 3 ആക്രമണങ്ങൾ മാത്രം ഉണ്ടായ ഈ സംഭവം. അതായത് രാജ്യം അതിനെ കാര്യമായി പ്രതിരോധിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് 12 വർഷത്തിനിടയിൽ 3 ആക്രമണങ്ങൾ. മറ്റൊരു കാര്യം, നമ്മൾ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ, ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ വസ്തുതയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നത്. എന്നാൽ ഇതിന് മറ്റൊരു മറുവശമുണ്ട്. അതായത് 99% ഭീകരാക്രമണ ശ്രമങ്ങളെയും രാജ്യം പരാജയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പരാജയപ്പെടുത്തുന്ന സമയത്ത് അതൊരു വാർത്തയേ ആകുന്നില്ല. ഭീകരന്മാരെ പിടികൂടിയെന്നോ, അല്ലെങ്കിൽ ഭീകരന്മാർക്ക് വേണ്ടി വലവിരിച്ചുവെന്നോ, ഭീകരന്മാരെ തുരത്തി ഓടിച്ചുവെന്നോ, അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ ജയസൂര്യൻ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് യോഗം പൂർത്തിയായിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളെ കാണുന്നു. सबसे पहला एक नया एक्सपोर्ट प्रमोशन मिशन लॉन्च किया गया है 25,060 करोड़ रुपीस का. बहुत ही कॉम्प्रिहेंसिव मिशन है, इसके डिटेल में मैं जाऊंगा. दूसरा, क्रेडिट गारंटी स्कीम एक्सपोर्टर्स के लिए. आज की जो परिस्थितियां हैं उन परिस्थितियों में क्रेडिटर्स, हमारे एक्सपोर्टर्स को कैसे सपोर्ट करें, उसके लिए क्रेडिट गारंटी स्कीम 20,000 करोड़ रुपीस की आज अप्रूव हुई है कैबिनेट में माननीय प्रधानमंत्री जी के नेतृत्व में. और तीसरा, हमारे जो क्रिटिकल मिनरल्स का प्रोडक्शन है उसके ऊपर कानून में एक अमेंडमेंट किया गया है, जिससे कि क्रिटिकल मिनरल प्रोडक्शन कैन इंक्रीज इन अ कंट्री. ശരി, ഇതിന്റെ കാതലായ ഭാഗം വരുമ്പോൾ നമുക്ക് അതിലേക്ക് തിരിച്ചെത്താം. അഡ്വക്കേറ്റ് ജയസൂര്യൻ തുടർന്നോളൂ. അതായത് ഭീകരാക്രമണങ്ങളെയും ഭീകര നീക്കങ്ങളെയും പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള രാജ്യത്തിന്റെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും പരിശ്രമം വിജയിക്കുന്ന സമയത്ത്, അതായത് ഭീകരാക്രമണം നിഷ്ക്രിയമാക്കി, ഭീകരാക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്തു, അവരുടെ വിവരങ്ങൾ പിടിച്ചെടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് അതൊരു വാർത്ത പോലും ആകുന്നില്ല. അങ്ങനെയുള്ള നൂറുകണക്കിന് കാര്യങ്ങൾക്കിടയിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവമാണ്, ആ ആക്രമണമാണ് വാർത്തയായി മാറുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ കേവലം 3 ആക്രമണങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ എന്നുള്ളത്. അതായത് അതിന് തൊട്ടു മുമ്പുള്ള 8 വർഷങ്ങളിൽ 12 ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ളതും, അതിനുശേഷം ഇപ്പോഴുള്ള കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ 3 ആക്രമണങ്ങളെ ഉണ്ടായുള്ളൂ എന്ന് പറയുന്നത്. 3 എന്ന് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഉറിയിൽ ഉണ്ടായിട്ടുണ്ട്, പത്താൻകോട്ടിൽ ഉണ്ടായിട്ടുണ്ട്, പുൽവാമയിൽ ഉണ്ടായിട്ടുണ്ട്, പഹൽഗാമിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ആഘാതം വലുതാണ്. ഏറ്റവും തന്ത്രപ്രധാന ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണമാണ്. അങ്ങനെ അതിന്റെ തീവ്രത വളരെ വലുതാണ്. പക്ഷെ നമ്മൾ തിരിച്ചടി കൊടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഞാൻ പറയുന്നത് പൊതുസ്ഥലങ്ങളിൽ നേരത്തെ ആവർത്തിച്ച് ഉണ്ടായിട്ടുണ്ട്, അതിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന കാര്യം ഞാനും സൂചിപ്പിച്ചുവല്ലോ. തീർച്ചയായിട്ടും. അല്ല, ഇത് ഏതെങ്കിലും ഒന്ന് നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമല്ല. നമുക്കെതിരെ ഉണ്ടാകുന്ന ഏത് ആക്രമണവും അത് വലിയ ആക്രമണം തന്നെയാണ്. അത് രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ്. അതിനെ ഒരിക്കലും ചെറുതായിട്ടോ താരതമ്യം ചെയ്യാനോ ഞാൻ പറഞ്ഞതല്ല. പക്ഷേ താരതമ്യേന കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുത രാജ്യം ജാഗ്രത പുലർത്തുന്നു എന്നുള്ളതിന്റെ വലിയ തെളിവാണ്. മാത്രമല്ല, ഈ ഭീകരവാദികൾക്കെതിരെ ആയിട്ടുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ ഭീകരവാദം പുതിയ മുഖങ്ങളിലൂടെ രംഗത്ത് വരും. അങ്ങനെ രംഗത്ത് വരുന്നതിനെ പലപ്പോഴും നമ്മൾ അപലപിക്കാറുമുണ്ട്. അപലപിക്കുമ്പോൾ അപലപിക്കുന്നവരെ അപലപിക്കുന്ന ഒരു സ്വഭാവവും നമ്മുടെ സമൂഹത്തിനുണ്ട്. ആദ്യകാലങ്ങളിൽ എന്താണ് പറഞ്ഞിരുന്നത്?
പട്ടിണി കൊണ്ടാണ്, ദാരിദ്ര്യം കൊണ്ടാണ് ഭീകരത ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവർക്ക് തൊഴിൽ കൊടുക്കൂ, വിദ്യാഭ്യാസം കൊടുക്കൂ എന്നാണ്. ഇത് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാർക്ക് വിദ്യാഭ്യാസവും തൊഴിലും ഇല്ലാത്തത് കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ്? തീവ്രമായിട്ടുള്ള ഒരു മതചിന്തയ്ക്ക് അടിമപ്പെട്ട് പോയിട്ട് ആ തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തുന്നതാണ്. അതാരാണ് എത്തിക്കുന്നത്? ഇന്ത്യയിലെ ഗവൺമെന്റ് സംവിധാനം അല്ലല്ലോ. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളോ കോളേജുകളോ പഠിപ്പിക്കുന്ന സിലബസിലും അങ്ങനെയൊന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പഠനങ്ങളും അങ്ങനെയുള്ള പരിശീലനങ്ങളും നമ്മുടെ രാജ്യത്ത് നിർബാധം നടക്കാൻ വേണ്ടി ആരൊക്കെയാണോ അതിനെ പിന്തുണയ്ക്കുന്നത് അവരൊക്കെ ജാഗ്രത പാലിക്കേണ്ട, അവരൊക്കെ തെറ്റുതിരുത്തേണ്ട ഒരു സന്ദർഭമായിട്ട് ഇതിനെ നമ്മൾ കാണണം. കാരണം മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി അത് മറ്റ് ഒരു രാജ്യത്തിനെതിരെയോ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിനെതിരെയോ മറ്റു മതങ്ങൾക്കെതിരെയോ എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആക്കി മാറ്റുമ്പോൾ അവിടെ അതിനെ നമ്മൾ യാതൊരു വിധത്തിലും വെള്ളപൂശാൻ പാടില്ല. അതുകൊണ്ട് ന്യായീകരണം എന്നുള്ളതല്ല, ഭീകരത എവിടെ എപ്പോൾ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടാലും അതിനെ അപലപിക്കാൻ പൊതുസമൂഹം മുന്നോട്ട് വരിക തന്നെ വേണം. പക്ഷെ ഇന്നിപ്പോ സംഭവിക്കുന്നത് എന്താണ്? ഇന്ന് പൊതുസമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഭീകരവാദ പ്രസ്ഥാനങ്ങളെ മുളയിലെ നുള്ളാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. ഭീകരവാദ പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നവർക്ക് രാജ്യത്ത് ബഹുമതി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. മറ്റു രാജ്യങ്ങളിലെ ഭീകര പ്രസ്ഥാനങ്ങള് മറ്റു രാജ്യങ്ങൾ തന്നെ തള്ളിക്കളയുമ്പോൾ നമ്മുടെ രാജ്യത്തിന് അതിന് സ്വീകരണം കൊടുക്കുകയും പ്രചരണം കൊടുക്കുകയും പിന്തുണ കൊടുക്കുകയും അതിനെ പാടി വാഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഇവിടെ നിലവിലുണ്ട്. അതാണ് ഇത്തരം ഭീകരർക്ക് വളം വെച്ച് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ കാരണം. ഇപ്പോൾ ഭീകരരെ ആരെങ്കിലും ആ രീതിയിൽ സ്വാഗതം ചെയ്യുകയോ ഭീകരാക്രമണങ്ങളെ സ്വാഗതം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ ഇവിടെ ഒരു കാര്യം ചോദിക്കുന്നത്, ഈ ഫരീദാബാദ് അവിടുത്തെ ഈ മെഡിക്കൽ കോളേജ് ആയിരുന്നു ഇവരുടെ പ്രധാന ആസ്ഥാനം എന്നത് വ്യക്തമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രണ്ട് ഡോക്ടർമാർ കസ്റ്റഡിയിലിരിക്കെയാണ് മൂന്നാമതൊരാൾ ഈ സ്ഫോടനം നടത്തുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇയാൾ ഈ വാഹനം എടുക്കുന്നത് കസ്റ്റഡിയിലിരുന്ന ഡോക്ടറുടെ വാഹനം കിടന്നതിന് തൊട്ടടുത്ത് നിന്നാണ്. ഏതാണ്ട് 29-ന് പുക പരിശോധന നടത്തി അവിടെ ഇട്ടിരുന്ന വാഹനം ആ സർവകലാശാലയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഈ ദിവസമാണ്. അതിനുശേഷം അത് ഡൽഹിയിലെത്തുന്നു. ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലകൾ കടന്ന് ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തുന്നു. അവിടെ 3 മണിക്കൂർ ഈ വാഹനത്തിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാതെ ഉമർ അതിനുള്ളിലിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊന്നും സുരക്ഷാ പരിശോധന ഉണ്ടായിട്ടില്ല. ഈ മൊഡ്യൂളിനെ കണ്ടെത്തിയതിന് ശേഷവും ഇവർ വലിയ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്നതിന് ശേഷവും ഈ ആക്രമണം തടയാനായില്ല എന്നത് സുരക്ഷാ വീഴ്ചയാണ് എന്നതാണല്ലോ ചൂണ്ടിക്കാട്ടുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറയുമ്പോൾ പോലും അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടണ്ടേ? അതല്ലേ പ്രതിപക്ഷം ചെയ്യുന്നത്? അല്ല, പ്രതിപക്ഷം ചെയ്യുന്നതിനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. പ്രതിപക്ഷം ചെയ്യേണ്ടത് പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്നുള്ള നിലയിൽ തന്നെ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതോടൊപ്പം ഇവിടെ ഈ പറഞ്ഞ നീക്കങ്ങളൊക്കെ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും നടക്കുമ്പോൾ നിരവധി ആക്രമണങ്ങളെ നിർവീര്യമാക്കാനും അതുപോലെയുള്ള നീക്കങ്ങളെ നിർവീര്യമാക്കാനും നമ്മുടെ സേനയ്ക്ക് കഴിയുന്നുണ്ട്, അന്വേഷണ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് കൂടി അംഗീകരിക്കപ്പെടണം എന്നാണ് ഞാൻ പറഞ്ഞത്. 100 കണക്കിന് ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഒരെണ്ണം മാത്രമാണ് ഭീകരന്മാർക്ക് വിജയിപ്പിക്കാൻ കഴിയുന്നത്. അപ്പൊ 100 കണക്കിന് ശ്രമങ്ങളെ നിർവീര്യമാക്കാൻ രാഷ്ട്രത്തിനും രാഷ്ട്രത്തിന്റെ അന്വേഷണ ഏജൻസികൾക്കും കഴിയുന്നു എങ്കിൽ അത് പ്രകീർത്തിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അതല്ലാതെ വർഷങ്ങളുടെ ഇടവിട്ട് ഒരു ഭീകരാക്രമണം നടത്തുന്നതല്ല. ഭീകരാക്രമണം നടത്താൻ വേണ്ടി ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും അവർ നിതാന്ത ജാഗ്രതയോടെ രാജ്യം മുഴുവൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതൊരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവരത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അതിനെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് 146 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ ഒരു വലിയ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് അവരെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കാണാതെ പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം. തീർച്ചയായും. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.